ദൈവത്തിന് സ്തോത്രം. ബിബ്ലിക്കൽ TV എന്ന ഈ യൂട്യൂബ് ചാനലിലൂടെ കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ ദൈവം എനിക്കും തന്ന ദൈവകൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവവചന സന്ദേശങ്ങൾ കേൾക്കുന്ന എല്ലാവർ മാന്യപ്രേക്ഷകർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഈ പകൽക്കാലം അറിയിക്കുകയാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം കൂടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവം തന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്നത്തെ ചിന്തയ്ക്കായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ദൈവവചനം 1 യോഹന്നാൻ എഴുതിയതായ ലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയപ്പെടുന്നത്: അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്തു യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. പ്രിയ ദൈവമക്കളെ, ഒരു യാചനയ്ക്കുള്ള മറുപടി കിട്ടണമെങ്കിൽ നാം എന്ത് ചെയ്യണമെന്ന് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവന്റെ കൽപ്പനകളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുക മീൻസ് അതിനെ അനുസരിച്ച് നമുക്ക് മുമ്പിലോട്ട് പോകുവാനായിട്ട് കഴിയുമെങ്കിൽ, അതുപോലെ തന്നെ എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ കഴിയുമെങ്കിൽ നമുക്ക് യാചിക്കുന്ന ഏത് വിഷയത്തിനും മറുപടി ഉണ്ട് എന്ന് ഈ തിരുവെഴുത്തിനകത്ത് നിന്ന് കാണുവാനായിട്ട് കഴിയും. നമ്മെ കൊണ്ട് കഴിയാത്തതായ പല വിഷയങ്ങളുടെ നടുവിലും മറുപടി ലഭിക്കണമെന്ന് നാം ആഗ്രഹിച്ച് ചെല്ലുന്നത് നമ്മുടെ ദൈവത്തിന്റെ അടുക്കലാണ്. അതുപോലെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട നാം ഓരോരുത്തരും എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പാകെ പലപ്പോഴും പ്രാർത്ഥനയ്ക്കായി മുട്ടുമടക്കാറുണ്ട്. യേശുക്രിസ്തു തന്നെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ശിഷ്യന്മാരെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ച ഭാഗങ്ങളെ നാം കേട്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥന എന്നുള്ളതായ ഒരു വിഷയം എൻ്റെ ആസ്പദമാക്കിയിട്ടാണ് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ യാചിക്കുക എന്ന് പറയുന്നത്, യാചന ഒരു പ്രാർത്ഥനയുടെ ഒരു അനുഭവത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയപ്പെടുന്നത്. ഈ പ്രാർത്ഥന പലതരത്തിൽ നമുക്ക് കേൾക്കുവാനും കാണുവാനും അനുഭവിപ്പാനും സ്വയം ജീവിതത്തിൽ തന്നെ ചെയ്യുവാനും ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാകാം. നാം ചിന്തിക്കുകയാണ് എങ്കിൽ മൗനമായി പലരും പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമ്മുടെ ഹന്നയുടെ പ്രാർത്ഥന മൗനമായിട്ട് അവിടെ ചുണ്ടുകൾ മാത്രം അനങ്ങിയത് കൊണ്ട് ഏലി പുരോഹിതന് പോലും അവൾ പ്രാർത്ഥിച്ചതാണെന്ന് ഒരിക്കലും മനസ്സിലായിട്ടില്ല. ആ നിലവാരത്തിലുള്ള പ്രാർത്ഥനയാണ്. അവൾ ചുണ്ടുകൊണ്ട് മാത്രം, അവളുടെ മനോവ്യസന നിമിത്തം അത്രേ അവൾ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്ന് നമുക്ക് അവളുടെ വിഷയത്തിന്റെ നടുവിൽ അവൾ ഏലി പുരോഹിതനോട് മറുപടി പറയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് ഹൃദയത്തിനകത്ത് നമ്മുടെ വിതുമ്പുന്ന വേദനയുടെ നടുവിൽ ചുണ്ടുകൾ അനങ്ങുക മാത്രം ചെയ്തുകൊണ്ടുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. എന്നാൽ വ്യർത്ഥമായി നിലവിളിച്ചതുപോലെ ദാവീദ് പുത്രാ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് കടന്നു പോകുന്നതായ യേശു കർത്താവ് കേൾക്കേണ്ടതിന് അവൻ നിലവിളിയോടുകൂടെ നിലവിളിച്ചത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇതുപോലെ പലതരത്തിൽ ഹാഗറിന്റെ കുഞ്ഞ് കരഞ്ഞത് എൻ്റെ കർത്താവ് കണ്ടു. കണ്ണുനീരോടുകൂടെയുള്ള പ്രാർത്ഥനയെ എൻ്റെ കർത്താവ് കേൾക്കുന്ന ദൈവവും കാണുന്ന ദൈവവുമാണ്. നീതിമാന്റെ പ്രാർത്ഥനയ്ക്ക് അവൻ ചെവി തരുന്ന ദൈവം തന്നെയാണ്. അങ്ങനെ പ്രാർത്ഥന എന്നുള്ള വിഷയത്തിന്റെ അകത്തളങ്ങളിൽ നാം ചിന്തിക്കുമ്പോൾ പല തട്ടുകൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥിക്കുന്നത് മൗനമായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. നാം ഹൃദയം പൊട്ടി നിലവിളിക്കാറുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണെന്നാണല്ലോ തിരുവെഴുത്ത് പറയപ്പെടുന്നത്. ഹൃദയം നുറുങ്ങി വേദനയോടുകൂടെ നാം ഇരിക്കുന്ന വേളയിൽ നമ്മുടെ ഉള്ളിന്റെ അകത്തളങ്ങൾ പൊട്ടി നിലവിളിക്കുന്ന നിലവിളിയുണ്ട്. കഥ കടച്ച് ആരും കേൾക്കാതെ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയുന്ന വിഷയങ്ങളുണ്ട്. പലതരത്തിൽ നമ്മുടെ വേദനയുടെ നടുവിൽ ഏതൊക്കെ തരത്തിലും മറ്റുള്ളവർ കേൾക്കാൻ കഴിയുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ഉണ്ടാകാം. അത് നമ്മൾ പരസ്യമായി പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മറ്റുള്ളവർ കേൾക്കുവാൻ കഴിയാത്ത ചില വിഷയങ്ങളുടെ നടുവിൽ നമുക്ക് പരസ്യമായി പ്രാർത്ഥിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ അകത്തളങ്ങളിൽ ഉണ്ടാകാം. ഈ മണ്ഡലങ്ങളിലൊക്കെയും നാം പ്രാർത്ഥിക്കാറുണ്ട്. ഈ യാചന എന്നുള്ള വിഷയത്തെ നാം ചിന്തിക്കുമ്പോൾ യാചിച്ച ഒരു വ്യക്തിയെ നമുക്ക് അപ്പോസ്തലപ്രവൃത്തി 3-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായ ഒരു പുരുഷനെ പലർ ചുമന്നുകൊണ്ട് ദേവാലയത്തിന്റെ മുൻപിൽ ഇരുത്തുക പതിവുണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. ആ ഭാഗത്ത് ഭിക്ഷ യാചിപ്പാൻ ഇരുത്തിയിരുന്നു എന്ന് തിരുവെഴുത്തുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭിക്ഷക്കാരുടെ പ്രാർത്ഥനയ്ക്ക് യാചനയുടെ ഒരു സ്വരമാണ്. ഭിക്ഷക്കാരുടെ ആ ഭിക്ഷയാചിപ്പിന് യാചനയുടെ ഒരു സ്വരമാണ്. അങ്ങനെയാണെങ്കിൽ യാചിക്കുന്ന ആ അവസ്ഥയെ നമ്മൾ ചിന്തിച്ചു നോക്കാൻ, കർത്താവേ എനിക്ക് എന്തെങ്കിലും തരണമേ എന്ന് ഒരു വ്യക്തി ഭിക്ഷ യാചിക്കുന്നത് പോലെ
പോലുള്ള യാചനയുടെ സ്വരം നമ്മുടെ പ്രാർത്ഥനയ്ക്കുണ്ട്. ആമേൻ. അതുകൊണ്ടാണല്ലോ ആ ഭാഗത്ത് ഇങ്ങനെ പറയുന്നത്, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിച്ച് അവന് പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് ആമേൻ എന്ത് യാചിച്ചാലും അവങ്കിൽ നിന്ന് ലഭിക്കും. യാചനയുടെ ഒരു സ്വരം, കർത്താവേ എനിക്കത് തരുമോ കർത്താവേ, ആമേൻ, എന്റെ കർത്താവേ നിനക്കെന്നോട് കരുണയില്ലയോ കർത്താവേ എന്നൊക്കെ ചോദിക്കുന്ന ചില സന്ദർഭങ്ങളെ യാചനയുടെ സ്വരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനിടയായി തീരും. അങ്ങനെയാണ് എങ്കിൽ അതിന് മറ്റൊരു തലം കൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ഈ യാചന എന്നുള്ളത് അപേക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ പല വിഷയങ്ങളും നമ്മെ കൊണ്ട് കഴിയാത്തത് നാം ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്. ആമേൻ. ആ അപേക്ഷ ഈ ലോകപ്രകാരം നാം ചിന്തിക്കുമ്പോൾ ഒരു ജോലിക്ക് നാം അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്, ഒരു അഡ്മിഷന് വേണ്ടി ഒരു അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്, പഞ്ചായത്തിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതിന് നാം അപേക്ഷാ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കാറുണ്ട്. ഈ അപേക്ഷാ ഫോമുകളിലൊക്കെയും നമ്മുടെ ഉദ്ദേശം എന്ത് എന്ന് നാം കാണിക്കേണ്ടതിന് നമ്മുടെ ക്വാളിഫിക്കേഷന് മുകളിലൊക്കെ നാം റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഒരു ബയോഡേറ്റ നാം ഫില്ല് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പേര്, വയസ്സ്, ഈ നിലവാരങ്ങളിൽ നമ്മുടെ രഹസ്യ സ്വഭാവങ്ങളെ ഒരു ഫോമിനകത്ത് ഫില്ല് ചെയ്ത് നാം ചേർക്കപ്പെടുന്നത് പോലെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ അപേക്ഷകളെ വ്യക്തമായി നമ്മുടെ ഹൃദയത്തിനകത്തിരിക്കുന്നതായ നമുക്കുള്ള ബലഹീനതകളെ നമുക്ക് ഇത് ലഭിക്കാൻ കഴിയാവുന്ന തരത്തിൽ എന്റെ കർത്താവിനോട് എന്തൊക്കെ പറയുവാൻ കഴിയുമോ ആ തരത്തിലൊക്കെ എന്റെ കർത്താവിനോട് ഹൃദയത്തെ കർത്തൃസന്നിധിയിൽ പകരുക എന്നുള്ളത് തന്നെയാണ് ഹന്ന ചെയ്തതുപോലെ. കർത്താവെ എന്റെ അവസ്ഥ ഇന്നതാ, ഇത് തന്നെയാണ് ഒരു ബയോഡേറ്റയിൽ നാം അതിന്റെ മുകൾ ഭാഗത്ത് ഒരു പകുതിയോളം ഫില്ല് ചെയ്യുന്നത് പോലെ. ഇതിനകത്തൊരു കളങ്കം വരാൻ പാടില്ല. കാരണം ഒരു അപേക്ഷ പഞ്ചായത്തിൽ നമ്മുടെ ഒരു ആനുകൂല്യത്തിന് വേണ്ടി, ഒരു ടാപ്പിനോ ഒരു ബാത്റൂമിനോ ഒരു ഭവനത്തിനോ ഒക്കെ വേണ്ടിയിട്ട് പഞ്ചായത്തിൽ ഒരു ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ അംഗങ്ങളുടെ പേര് അതിനകത്ത് ഉണ്ടായിരിക്കും. നമ്മുടെ പേര് അതിനകത്ത് എഴുതണം. അപേക്ഷകൻ ആരായിരിക്കണമെന്ന് അതിനകത്തുണ്ട്. കുടുംബസ്ഥനാണെങ്കിൽ അത് എഴുതണം. സ്വന്തം ഭവനമാണോ എന്ന് എഴുതണം. നമ്മുടെ ഏജ് അതിനകത്ത് എഴുതാനിടയായിത്തീരണം. ഇങ്ങനെ പല പല ഘട്ടങ്ങൾ നാം ഫില്ല് ചെയ്ത് താഴോട്ട് വരുമ്പോൾ ഒരു പ്രതിജ്ഞാവാചകം അതിനകത്ത് കാണുവാനായിട്ട് കഴിയും. ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെയും സത്യമാണെന്ന് ഞാൻ ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നു എന്ന് പറഞ്ഞൊരു സൈൻ ചെയ്യാറുണ്ട്. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നീതിയോടുകൂടെ മാത്രമേ ഒന്ന് അപേക്ഷിക്കാൻ പാടുള്ളൂ. ഈ ലോകത്തിലെ അപേക്ഷകർ ഇങ്ങനൊരു നിയമം വച്ചിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്തിന്റെ നിയമം ഇത്രയും സ്ട്രോങ് ആണെങ്കിൽ എന്റെ കർത്താവിന്റെ നിയമങ്ങൾക്ക് മാറ്റമില്ല. ലോകം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും കർത്താവിന്റെ വചനത്തിന് ഒരു മാറ്റവുമില്ല. അതൊരിക്കലും അഴിഞ്ഞു പോകുന്നതും അല്ല. അതുകൊണ്ട് തന്നെ തിരുവെഴുത്ത് പറയുന്നല്ലോ, അവന്റെ കൽപ്പനകളെ നാം പ്രമാണിക്കുകയും അവന് പ്രസാദമുള്ളത് നാം ചെയ്യുകയാണ് എങ്കിൽ യാചിക്കുന്ന എന്തിനും എന്റെ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്, അവങ്കൽ നിന്ന് നമുക്ക് മറുപടി ലഭിക്കാനായിട്ടിടയായി തീരും. ദൈവത്തിൽ നിന്ന് നമ്മുടെ നീതിമാനായ ക്രിസ്തുവിന്റെ അടുക്കൽ അവൻ വിശുദ്ധനാകയാൽ നാം വിശുദ്ധരായിരിക്കും. എന്റെ കർത്താവ് വിശുദ്ധനായതുകൊണ്ട് അപ്പന്റെ അടുക്കൽ വരുന്നവർ വിശുദ്ധരായിരിക്കണം. നീതിമാന്റെ പ്രാർത്ഥന കേൾക്കുന്നു. ഇങ്ങനൊക്കെ തിരുവെഴുത്തിരിക്കെ എന്റെ അപ്പന്റെ സന്നിധിയിൽ നിന്ന് തന്നെ നമുക്കൊരു മറുപടി വേണമെങ്കിൽ ഈ പ്രമാണങ്ങൾ നാം അനുസരിച്ചേ മതിയാവുകയുള്ളൂ. നാം പ്രാർത്ഥിച്ച അനേക വിഷയങ്ങൾക്ക് മറുപടി കിട്ടിയവർ എന്നെ കേൾക്കുന്നുണ്ടാകാം. ഒരുപക്ഷെ മറുപടി കിട്ടാത്ത പല വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടായിരിക്കാം. എന്നിരുന്നാൽ തന്നെയും നാം കിട്ടിയ വിഷയങ്ങളും കിട്ടാത്ത വിഷയങ്ങളും നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള വ്യത്യാസത്തെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇപ്രകാരം അപേക്ഷാ ഫോമിന്റെ താഴോട്ട് വരുമ്പോൾ ഒരു പ്രതിജ്ഞാവാചകം എഴുതുന്നത് പോലെ ഞാൻ മുകളിൽ പറഞ്ഞതൊക്കെയും സത്യം തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ എന്റെ കർത്താവിന്റെ സന്നിധിയിൽ വരുമ്പോൾ എന്റെ അപ്പനോട് ഹൃദയത്തെ തുറന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യം തന്നെ ആയിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ഈ അപേക്ഷാ ഫോം നാം പഞ്ചായത്തിലേക്ക് കൊണ്ടു കൊടുക്കപ്പെടുമ്പോൾ ഈ അപേക്ഷ ഫോം അവർ വാങ്ങി വച്ചതിന് ശേഷം ഇതിന്റെ താഴെ കട്ട് ചെയ്ത് നമുക്ക് തരേണ്ട ഭാഗം ഇതിനകത്തുണ്ട്. അവിടെ ഓഫീസുകാർക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്ന ഒരു ഭാഗമാ. അതിന്റെ മേലധികാരികൾ വന്നിട്ട് ആ ഭാഗം കീറി അതിനകം ഫില്ല് ചെയ്ത് ഇന്ന ഡേറ്റിനെ ഇതുമായി കടന്നു വരിക എന്ന് അവർ പറയുവാനിടയായി തീരും. അവർ നമ്മെ അറിയിക്കുമ്പോൾ നാം ഇതുമായിട്ടാ കടന്നു പോകേണ്ടിയത്. അങ്ങനെയാണെങ്കിൽ അതിനും ഒരു കാലാവധി വച്ചിട്ടുണ്ട്.
ഒരു അപേക്ഷ പോലെ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു വിഷയത്തെ നാം വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യവസ്ഥാതീത പ്രകാരമാണ് എങ്കിൽ എൻ്റെ അപ്പൻ്റെ സന്നിധിയിൽ നിന്നൊരു അന്വേഷണം ഉണ്ടായിരിക്കും. ഇവൾ എങ്ങനെയുള്ളവളാണ്, ഇവൻ എങ്ങനെയുള്ളവനാണ്, ഇവൻ എൻ്റെ സന്നിധിയിൽ പറയുന്നത് സത്യമാണോ, ഇതിലെനിക്ക് പ്രസാദിപ്പാൻ കഴിയുന്ന കാര്യം തന്നെയാണോ എന്നെൻ്റെ കർത്താവ് സൂക്ഷ്മതയോടുകൂടെ നിരീക്ഷിപ്പാൻ ഇടയായി തീരും. നാം നേരോടെ നടക്കുകയാണ് എങ്കിൽ ഒരു നന്മയ്ക്കും എൻ്റെ കർത്താവ് മുടക്കം വരുത്തുകയില്ല. അതുകൊണ്ടാണ് ഈ വചനം പറയുന്നത്, എന്തു യാചിച്ചാലും ലഭിക്കും. എന്നാൽ നമുക്ക് പലപ്പോഴും നമ്മെ പോലുള്ള പലർക്കും അവൻ പലതും ലഭിക്കാറില്ല. എന്ത് കാരണമാ? ഈ വചനത്തിൽ നിന്ന് നാം ചിന്തിക്കുമ്പോൾ ഒന്നുകിൽ നാം കൽപ്പനകളെ അനുസരിക്കുന്നതിൽ എവിടെയെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഇല്ലാത്ത പക്ഷം എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ നമുക്ക് പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. ഈ രണ്ട് വിഷയങ്ങൾ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം ക്ലിയർ ആണ് എങ്കിൽ താഴെയുള്ള കാര്യം പ്രവർത്തിക്കുന്ന ഓഫീസ് സീലടിച്ച ഭാഗങ്ങൾ നമുക്ക് സ്വന്തം തന്നെയാണ്. അത് നമ്മുടെ അധികാരി നമുക്ക് അനുവദിച്ചു തരിക തന്നെ ചെയ്യും. നമ്മുടെ കർത്താവ് നമുക്ക് അനുവദിച്ചു തരിക തന്നെ ചെയ്യും എന്ന് ഈ വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നമ്മുടെ കുറിവാക്യത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്, എൻ്റെ കർത്താവിൻ്റെ കൽപ്പനകളെ നാം അനുസരിച്ച് അവന് പ്രസാദമായുള്ളത് ചെയ്താൽ എന്ത് ചോദിച്ചാലും ലഭിക്കും. പിന്നെ അവിടെ ഒരു വാക്യം പറയപ്പെടുന്നുണ്ട്, അവൻ പ്രസാദമായുള്ളത് ചെയ്യുന്നത് കൊണ്ട് നാം ഇന്ന് ചെയ്ത് നിർത്തുകയല്ല. നമ്മുടെ ഒരു വിഷയത്തിന്റെ നടുവിൽ അപ്പോൾ മറുപടി ലഭിക്കാൻ വേണ്ടി നാം ഇത് ചെയ്യുകയല്ല. നമ്മുടെ ജീവപര്യന്തം നാം എപ്പോഴാണ് എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്നത്, ഒന്നുകിൽ മരണം വഴിയായി, ഇല്ല എങ്കിൽ കർത്താവിന്റെ വരവ് വഴിയായി, അന്ന് വരെ ഈ കൽപ്പനകളെ നാം പ്രമാണിക്കുകയും എൻ്റെ കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യുകയും വേണമെന്ന തിരുവെഴുത്ത് പറയപ്പെടുന്നത്. ഇതിന്റെ രണ്ട് തലങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുകയാണ് എങ്കിൽ ഈ പ്രാർത്ഥന എന്നുള്ള വിഷയം മറ്റൊരു ഭാഗത്ത് അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുകയാണ് എങ്കിൽ അവൻ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും എന്നോട് അപേക്ഷിപ്പേൻ, അത് ഞാൻ തരുമെന്ന് പറയപ്പെടുന്നുണ്ട്. ആ ഭാഗം ഞാൻ വായിക്കാം. ഒന്ന് യോഹന്നാൻ എഴുതിയതായ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിൽ കഴിഞ്ഞതായ ശുശ്രൂഷയുടെ നടുവിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ച തിരുവചനമാണ്. മുന്തിരിവള്ളിയുടെ ഉപമയുടെ ഭാഗത്ത് അത് പറയപ്പെടുന്നത്. ഇതിനെക്കുറിച്ചുള്ള മെസ്സേജ് നിങ്ങൾക്ക് കേൾക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിലുള്ള ഐ ബട്ടണിൽ ഞങ്ങൾ കൊടുക്കുവാനിടയായിത്തീരും. ആ പ്രസംഗത്തിൽ നിന്ന് ഒരു ഭാഗമാണ് യോഹന്നാൻ എഴുതിയതായ സുവിശേഷം അതിന്റെ 15-ാമത് അധ്യായം അതിന്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയപ്പെടുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തേലും അപേക്ഷിക്കുവിൻ, അത് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ഹൃദയത്തിനകത്ത് അനേക ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളെല്ലാം നിറവേറി കാണണമെന്നില്ല ഒരു പക്ഷേ. ഈ വചനത്തിൽ പറയപ്പെടുകയാണ്, നിങ്ങൾ എന്നിലും, അതായത് നമ്മെ പോലെ, ഞാനും നിങ്ങളാകുന്ന ഓരോരുത്തരും, നമ്മെ പോലെയുള്ള ഓരോരുത്തരും എൻ്റെ കർത്താവിലും കർത്താവ് നമ്മളിലും വസിക്കുകയാണ് എങ്കിൽ എൻ്റെ കർത്താവിനറിയാം നമ്മുടെ ഹൃദയത്തിലെ ഇച്ഛ എന്താ എന്ന്. അതങ്ങോട്ട് ചോദിച്ചാൽ എൻ്റെ കർത്താവ് അത് നടത്തി തരുവാനായിട്ടിടയായിത്തീരും. അതുകൊണ്ട് നാം ചോദിക്കുന്നത്, യാചിക്കുന്നത് തരുന്ന ദൈവമാണ്. നാം അപേക്ഷിക്കുന്ന വിഷയത്തിന് ഉപേക്ഷിക്കാതെ വണ്ണം മറുപടി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ഈ തിരുവെഴുത്തിൽ നിന്ന് നാം പഠിക്കുന്നത് ഇപ്രകാരമാ, അവന്റെ വചനം നമ്മിലും നാം അവനിലും വസിപ്പാൻ തയ്യാറാണ് എങ്കിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന വിഷയങ്ങൾ നാം അങ്ങോട്ട് പറയപ്പെടുമ്പോൾ നമ്മുടെ ഗൂഢമായി ഉള്ളിൽ വച്ചിരിക്കുന്നത് ഒരു മനുഷ്യനോടും പുറത്തു പറയുവാൻ കഴിയാത്തത്, പുറത്തു പറഞ്ഞാൽ ഒരുപക്ഷെ അവർ നിന്ദിക്കുന്നത്, നമ്മെ പരിഹസിക്കുന്നത്, ആ നിലവാരത്തിലുള്ളതും എൻ്റെ കർത്താവിന് നമ്മെ അംഗീകരിച്ച് നമുക്ക് തരുവാനായിട്ട് കഴിയും. ഇച്ഛിക്കുന്നത് തരുന്നവനാണ് നമ്മുടെ നസ്രയനായ യേശു കർത്താവ്. നമ്മൾ യാചിക്കുന്ന വിഷയത്തിന് മറുപടി തരുന്നവനാണ് നമ്മുടെ കർത്താവ്. എന്നാൽ ഇതിനൊക്കെയും എൻ്റെ കർത്താവ് ഓപ്ഷൻ വച്ചിട്ടുണ്ട്. ഇച്ഛിക്കുന്നത് തരണമെങ്കിൽ നാം അവനിലും അവൻ നമ്മിലും വസിക്കാനിടയായി തീരണം. എങ്ങനെയാ വസിക്കപ്പെടുന്നത്? കർത്താവിൻ്റെ വചനം നമ്മിൽ ഉൾക്കൊണ്ട് നമുക്ക് ജീവിക്കാനിടയായി തീരണം. അതുപോലെ തന്നെ നമ്മുടെ കൽപ്പനകൾ, കർത്താവിനോടുള്ള സ്നേഹം, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് തന്നെ
അങ്ങനെയാണ് അവനോടുള്ള സ്നേഹം. അങ്ങനെയാണ് എങ്കിൽ കർത്താവിനെ നാം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും ആയിട്ടില്ല. എൻ്റെ അപ്പനെ ഹൃദയംഗമായി സ്നേഹിക്കുന്നു എങ്കിൽ അവന്റെ കൽപ്പനകളെ നാം കണ്ടെത്തി ഭക്ഷിക്കുന്നവരായി തീരണം. ആ തിരുവെഴുത്തിനകത്ത് കണ്ടെത്തി ഭക്ഷിക്കുന്നവരാകണമെന്ന് പറയപ്പെടുന്നുണ്ട്. അതുപോലെ ദിനംതോറും നാം കണ്ടെത്തി ആമേൻ ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കണമെന്ന ഇതിൽ എൻ്റെ അപ്പൻ പ്രസാദിക്കാനായിട്ട് ഇടയായി തീരും. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൽ പ്രസാദിപ്പാൻ ഇടയായി തീർന്നു. തിരുവെഴുത്തിൽ അങ്ങനെ കാണപ്പെടുന്നുണ്ടല്ലോ. ആമേൻ. ഇങ്ങനെ 2 തലങ്ങൾ ഞാൻ പറഞ്ഞു. ആമേൻ. യാചിക്കുന്നത് തരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു കർത്താവ്. ആമേൻ. ഇച്ഛിക്കുന്നത് തരുന്നവനാണ് നമ്മുടെ കർത്താവായ യേശു. ഈ 2 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇന്ന് തിരുവെഴുത്തിൽ നിന്ന് നാം ചിന്തിക്കാനിടയായി തീരുന്നത്. യാചിക്കുക എന്ന് പറയാൻ നാം ചോദിക്കുന്നതൊക്കെയും തരുന്ന കർത്താവാണ്. ആമേൻ. അത് നമ്മുടെ ആവശ്യമാണ്. ആവശ്യമില്ലാത്ത യാതൊരു വിഷയങ്ങളും എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ നാം കൊണ്ടുവരുവാനായിട്ട് പാടില്ല. കാരണം എൻ്റെ കർത്താവിന്റെ സന്നിധി സകലത്തിനും വ്യവസ്ഥകളുണ്ട്. ആമേൻ. അവസ്ഥയ്ക്കനുസരിച്ചല്ല, എൻ്റെ കർത്താവ് സകലവിധമാകുന്ന വ്യവസ്ഥകളിലും പ്രവർത്തിക്കുന്നവനാണ്. ഈ വചനം നാം ചിന്തിക്കുമ്പോൾ എന്ത് വ്യവസ്ഥയാണ് വച്ചിരിക്കുന്നത്? ആമേൻ. നാം യാചിക്കുന്നത് തരണമെങ്കിൽ ഒരു വ്യവസ്ഥ കർത്താവ് വച്ചിരിക്കുന്നു. ആ വ്യവസ്ഥയാണ് പറയപ്പെടുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന് പ്രസാദമായുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊരു വ്യവസ്ഥയാണ്. ഇതിന്റെ നടുവിൽ മാത്രമേ എൻ്റെ കർത്താവ് യാചിക്കുന്ന വിഷയം തരികയുള്ളൂ. എന്നാൽ ഇച്ഛയ്ക്ക് നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ആഗ്രഹങ്ങളെ ചോദിച്ചാൽ തരണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ആമേൻ. നിങ്ങൾ എന്നിലും, അതായത് നാം എല്ലാവരും എൻ്റെ കർത്താവിലും കർത്താവ് നമ്മിലും വസിക്കുവാനായിട്ടിടയായി തീരണം. ഈ 2 ഓപ്ഷൻ, ഇത് വ്യവസ്ഥ. ഈ വസിച്ചാൽ മാത്രമേ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ടിടയായി തീരുകയുള്ളൂ. സങ്കീർത്തനം 99:6 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട്, പുരോഹിതന്മാരിൽ മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരിൽ ശമൂവേലും, അതായത് പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവരെ കുറിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. മോശയും അഹരോനും അവന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുക. ഒരു അപേക്ഷയെ നമ്മൾ പഠിച്ചുവല്ലോ. അപേക്ഷ കൊടുക്കുന്നത്, അപേക്ഷയ്ക്കുള്ള മറുപടി ലഭിക്കുന്നതൊക്കെ പഠിച്ചു. അപ്പൊ ശമൂവേൽ അങ്ങനെ ഒരു അപേക്ഷിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി. ആമേൻ. പുരോഹിതന്മാരിൽ മോശയും അഹരോനും, ആമേൻ, ഇങ്ങനെയുള്ളവർ ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അപ്പോൾ നാം അപേക്ഷിക്കുന്നത് പോലെ നാം മാത്രമല്ല അപേക്ഷിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിലെ ശുശ്രൂഷകരായിരുന്ന മോശയും അഹരോനും അപേക്ഷിച്ചു. ആമേൻ. അതുപോലെ തന്നെ എൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു ശമൂവേല് ആമേൻ അപേക്ഷിച്ചു. അപ്പൊ ഈ അപേക്ഷിക്കുന്ന വ്യക്തികളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടിടയായി തീർന്നു. ആമേൻ. ഇവരും അപേക്ഷിച്ചു, നമ്മെ പോലെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. എന്നാൽ അവർക്ക് കിട്ടിയോ എന്ന് നമുക്ക് നോക്കുവാനിടയാകട്ടെ. അവൻ അവർക്ക് ഉത്തരം അരുളി. ആ സങ്കീർത്തനത്തിൽ തന്നെ അതിനുള്ള മറുപടി പറയുന്നുണ്ട്. അവൻ അവർക്ക് ഉത്തരം അരുളി. മേഘസ്തംഭത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അപ്പം മറുപടിയായി കർത്താവ് അവരോട് സംസാരിച്ചു. മോശയോട് സംസാരിച്ചു, അഹരോനോട് സംസാരിച്ചു, ശമൂവേലിനോട് സംസാരിച്ചു, ശബ്ദമായി ഇടപെട്ടു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇവർ അപേക്ഷിക്കുക മാത്രമാണോ ചെയ്തത്? നാം ഇവിടെ വാക്യത്തിൽ വായിച്ചു, ചില ഓപ്ഷൻസ് ഉണ്ട്. ഇതനുസരിക്കുന്നവർക്കാണ് ഈ യാചിക്കുന്ന വിഷയത്തിന് മറുപടി ലഭിക്കുന്നു എന്ന് നാം പറയുവാനായിടയായി. അവർ അവന്റെ ഈ വാക്യത്തിൽ നിന്ന് ഈ മോശ, അഹരോൻ, ശമൂവേൽ ഇവർ അപേക്ഷിച്ചു, അവർക്ക് മറുപടി കിട്ടി. കിട്ടാനുണ്ടായ കാരണത്തെ നമുക്ക് ചിന്തിക്കാം. ഏഴാം വാക്യത്തിന്റെ പകുതി ഭാഗത്ത് ഇപ്രകാരം പറയുന്നുണ്ട്: അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടങ്ങളും പ്രമാണിച്ചു. അപ്പോൾ ഇവരും പുരോഹിതന്മാരാണ്, അവന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ശമൂവേലാണ്. പക്ഷെ അവരും എന്താ ചെയ്തു? അവരും ഈ കൽപ്പന പ്രമാണിച്ചു. റോമാലേഖനത്തിൽ നമ്മുടെ കുറിവാക്യമാകുന്ന 1 യോഹന്നാനിൽ നാം വായിച്ചതായ 3:22 വാക്യത്തിൽ പറയുന്നത് പോലെ അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടങ്ങളും പ്രമാണിച്ചു. ഇതുകൊണ്ടാണ് എൻ്റെ കർത്താവ് അവരുടെ വിഷയം അപേക്ഷ കേൾക്കുവാനിടയായെന്ന് നാം മനസ്സിലാക്കി. അപ്പോൾ ഉദാഹരണം സഹിതം നാം തിരുവെഴുത്തിൽ നിന്ന് പഠിപ്പാനിടയായി. അങ്ങനെയാണ് എങ്കിൽ ഒരു പക്ഷേ നാം പ്രാർത്ഥിച്ച ഏത് വിഷയത്തിനാ മറുപടി ലഭിക്കാതെ, അങ്ങനെ ഏതെങ്കിലും വിഷയത്തിനകത്ത് നമുക്ക് മറുപടി ലഭിച്ചിട്ടില്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ ആ ഭാഗം നാം ശോധന ചെയ്യേണ്ടത് ആവശ്യം.
ഞാൻ ഇവിടെ നിർത്തി. കർത്താവ് യേശുക്രിസ്തു പരസ്യ ശുശ്രൂഷ നടക്കുന്നതായ ഒരു വേളയിൽ ആമേൻ ആ 3.5 വർഷക്കാലം അനേക വിഷയങ്ങൾ ഉപമകളായി പറഞ്ഞു. അതിൽ നിന്നൊരു ഉപമയാണല്ലോ കഴിഞ്ഞ സമയങ്ങളിൽ നാം കേൾക്കുവാനിടയായി തീർന്നത്. ആമേൻ അതുപോലെ കർത്താവ് പറഞ്ഞ വചനം ആമേൻ മാതൃക നമുക്ക് തന്നേച്ചു പോയത് കൊണ്ട് ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആ ഒരു അർത്ഥത്തിൽ മാത്രം എടുത്തുകൊണ്ട് ഞാൻ ഈ പ്രാർത്ഥന എന്നുള്ളൊരു വിഷയത്തെ ഞാൻ ഒരു ഉപമ രൂപേണ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. നാം ഇന്ന് കാണുന്ന ബിൽഡിങ്ങുകൾ പലതരത്തിൽ കെട്ടിപ്പൊക്കാറുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുവാണെങ്കിൽ എത്ര വലിപ്പമേറിയ ബിൽഡിംഗ് ആയാലും എങ്ങനെയൊക്കെ ചെയ്തു കൂട്ടിയതായാലും അതിന് ഒരു ഭാഗത്തൊരു വാതിലുണ്ടായിരിക്കും. കാരണം ആ വീട്ടുടമസ്ഥന് അല്ലെങ്കിൽ ആ ഓഫീസ് ഉടമയ്ക്ക് അല്ലെങ്കിൽ ആ കട ഉടമയ്ക്ക് എന്ത് ഉടമസ്ഥനാവട്ടെ അതിനകത്ത് കയറി ഇറങ്ങുവാൻ ഒരു വാതിലുണ്ടായിരിക്കും. ആടുകളുടെ വാതിൽ യേശു കർത്താവാണ്. ആമേൻ. ആടുകളുടെ വാതിൽ ഇടയനാണ്. ഇടയന് മാത്രമേ വാതിലിൽ കൂടെ കടക്കുവാൻ കഴിയുകയുള്ളൂ. എന്നാൽ വേറെ വഴിയായി വരുന്നവർ കള്ളനും കവർച്ചക്കാരനുമാകുന്നു എന്ന് തിരുവെഴുത്ത് നമുക്ക് ആമേൻ കേൾക്കുവാനും പഠിപ്പാനും ഇടയായി തീരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു വാതിലുണ്ട്. നോഹയുടെ പെട്ടകത്തെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിനും കർത്താവായ യേശു കർത്താവ് ഒരു വാതിലിട്ടു. ജനത്തെ അതിനെ വഴിയായി കടക്കി പൂട്ടി. എൻ്റെ കർത്താവ് തുറന്നു കൊടുത്തപ്പോഴാണ് അവർക്ക് പുറത്തു വരുവാൻ കഴിഞ്ഞത്. വാതിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. ആ വാതിൽ, ഞാൻ വാതിൽക്കൽ വന്നു നിന്ന് മുട്ടുന്നു, നിങ്ങൾ എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ നിങ്ങൾ എന്നോടും കൂടി അത്താഴം കഴിക്കുമെന്ന് തിരുവെഴുത്തു പോലെ ഈ പ്രാർത്ഥന എന്നുള്ളത് മുട്ടുവിൻ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, അങ്ങനെ അന്വേഷിക്കുന്ന ഏവനും കിട്ടുന്നു എന്നൊക്കെ തിരുവെഴുത്ത് പറയുന്ന പോലെ ഞാൻ ആ മുട്ടുന്നവന് തുറന്നു കൊടുക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് ആമൻ തുടർന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നത്. മുട്ടുക, വാതിൽക്കൽ വന്നു നിന്ന് മുട്ടുന്നു. ആമേൻ. നാം പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിൽ വന്നിരുന്നിട്ട് വാതിൽക്കൽ വന്നു നിന്ന് മുട്ടുന്നത് പോലെ അത് തുറന്നു കയറുവാൻ താക്കോലില്ലാത്ത ഒരു ആമേൻ പുറം ബേക്കിൽ കൂടെ ആമേൻ യഥാർത്ഥ വഴിയായി വരാതെ ആമേൻ കള്ള ഇടയന്മാരെ പോലെ നാം പലപ്പോഴും ചുറ്റിക്കറങ്ങുന്നവരല്ലേ? നാം ഒന്ന് ചിന്തിച്ചു നോക്കാമോ? നമ്മുടെ പ്രാർത്ഥനകൾക്ക് യഥാർത്ഥമായി എന്തുകൊണ്ട് മറുപടി ലഭിക്കുന്നില്ല? നമ്മുടെ വിഷയങ്ങൾക്ക് ലഭിക്കേണ്ട വണ്ണം മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ ആ വാതിലിന് ഒരു താക്കോലുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കാമോ? നിങ്ങളുടെ വീടുകളിൽ തന്നെ പല റൂമുകളുണ്ട്. ആമേൻ. പല ഷെൽഫുകൾ അതിനകത്തുണ്ട്. ആമേൻ. വാതിലിന് ഫ്രണ്ട് ഡോറുണ്ട്, അതുപോലെ തന്നെ ഗേറ്റ് ഉണ്ട്. ആമേൻ. ഇതിലൊക്കെയും ലോക്കുകളുണ്ട്. ഈ ലോക്കുകളെല്ലാം കൂടെ നാം ഒരു കൂട്ടം താക്കോലായി ഒരു റിങ്ങിനകത്ത് ചേർത്തിരുന്നാൽ ആമേൻ മൊത്തത്തിൽ മിക്സ് ചെയ്താ ഇത് കിടക്കുന്നതെങ്കിൽ തന്നെയും നിങ്ങളുടെ ഷെൽഫ് തുറക്കേണ്ട താക്കോൽ നിങ്ങൾക്കറിയില്ലേ? ആമേൻ. ഡോറിന്റെ ഫ്രണ്ട് തുറക്കേണ്ട താക്കോൽ നിങ്ങൾക്കറിയില്ലേ? ഈ ഫ്രണ്ട് ഡോർ ഓപ്പൺ ചെയ്ത താക്കോൽ കൊണ്ട് നാം ഒരിക്കലും ഷെൽഫ് ഓപ്പൺ ചെയ്യാറില്ല. ശ്രമിച്ചാൽ അത് നടക്കാറുമില്ല. ആ ഷെൽഫിലെ ആമേൻ ലോക്ക് പൊട്ടിപ്പോവുക മാത്രമേ ഉള്ളൂ. പിന്നെ അത് ഉപയോഗശൂന്യമായി പോകും. അതുപോലെ തന്നെ വീടിന്റെ ഫ്രണ്ട് ഗേറ്റിൽ കിടക്കുന്ന ആമേൻ ആ പൂട്ട് കൊണ്ട് ഒരിക്കലും വീടിന്റെ ഫ്രണ്ട് ഡോർ നാം തുറക്കാറില്ല. കാരണം നമുക്ക് ഒരു വീട്ടുടമസ്ഥൻ അറിയാം. ആമേൻ. ആ ഗൃഹസ്ഥനായൊരു മനുഷ്യനറിയാം ആ ഗ്രഹത്തിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളിലാണ് കീ ഉള്ളത് കൊണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, അവിടെയൊക്കെ ഏത് കീയാ ഉപയോഗിക്കേണ്ടതെന്ന് ആ ഗൃഹസ്ഥനായ മനുഷ്യനറിയാം. നമുക്ക് എൻ്റെ കർത്താവ് തന്നൊരു താക്കോൽ കൂട്ടമായിട്ടാണ് ഞാൻ ഈ തിരുവെഴുത്തിനെ നിങ്ങളോട് പറയപ്പെടുന്നത്. ഇതിനകത്ത് നമുക്ക് അനേക വചനങ്ങൾ അറിയാം, നമുക്ക് അനേക വാക്യങ്ങളെ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ജീവിതത്തിൽ അത് വിശ്വാസയോഗ്യമാക്കി തീർത്തിട്ടുണ്ട്. ഹൃദയത്തിൽ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ അത് ഭക്ഷിച്ചിട്ടുണ്ട്. എങ്കിൽ തന്നെയും നാം ഒന്ന് ചിന്തിച്ചു നോക്കാമോ? നമ്മുടെ വിഷയങ്ങൾ ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം. തിരുവെഴുത്തിൽ ഒന്ന് ആമേൻ തിരുവെഴുത്തിൽ അന്വേഷിച്ചു നോക്കുവിൻ എന്ന് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ആമേൻ ഇണയില്ലാത്തതായി ഒന്നും തന്നെ ഇല്ല എന്ന് തിരുവെഴുത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വിഷയമായി ആമേൻ വെറുതെ ഒരു ഉദാഹരണമായി പറയുന്നു, എനിക്കൊരു കടബാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ കടബാധ്യതയുടെ നടുവിൽ കർത്താവെ എൻ്റെ കടബാധ്യത മാറ്റി തന്നേ പറ്റൂ, എൻ്റെ യഹോവ എനിക്ക് മാറ്റിത്തരണം എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല.
ഈ കടബാധ്യതയ്ക്ക് തിരുവെഴുത്തിനകത്ത് കടത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളെക്കുറിച്ച് നാം കണ്ടെത്തി ഭക്ഷിക്കണം. ഈ കണ്ടെത്തുക എന്ന് പറയുന്നത് വായിച്ചാൽ മാത്രമേ അറിയാൻ പറ്റൂ. എൻ്റെ കർത്താവിനെയും ശിഷ്യന്റെയും അടുക്കൽ വന്നിട്ട് കരം കൊടുത്തില്ല, നീ നിന്റെ ഗുരു ദിദ്രഹ്മ പണം കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ഭാഗത്തെ നാം വായിച്ചിട്ടുണ്ട്. യേശു കർത്താവ് പറയുന്നുണ്ട്, കടലിൽ ചെന്നിട്ട് ചൂണ്ടയിട്ട് ഒരു മത്സ്യത്തെ എടുത്തിട്ട് അതിനകത്തിരിക്കുന്ന ചതുദ്രഹ്മ പണം എടുത്ത് നിനക്കും എനിക്കും കരം വീട്ടാനൊക്കെ പറയുന്ന ഒരു ഭാഗം നമുക്ക് കാണാം. നാം അത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കർത്താവിനെ കൊണ്ട് കടം വീട്ടിത്തരാൻ കഴിയില്ലേ? കഴിയും. എന്നാൽ മറ്റൊരു ഭാഗത്തൊരു വാക്യമുണ്ട്, എൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഞാൻ പരിഹരിച്ചു തരും. അപ്പോൾ ഈ കടബാധ്യതയെക്കുറിച്ച് 2 വാക്യങ്ങളെ നാം പഠിപ്പാനിടയായി. ആമേൻ. എന്നാൽ മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, സ്നേഹത്തിലല്ലാതെ മറ്റൊന്നിലും കടപ്പെടരുത്. അപ്പോൾ നമുക്ക് കടപ്പെടുവാൻ കൽപ്പന ഉള്ളത് ഒന്നിൽ മാത്രം, സ്നേഹം. അത് എല്ലാ മനുഷ്യരിലും നാം മരിക്കുവോളം കടപ്പെട്ടിരിക്കണം. കാരണം അത് കടം തന്നെയാണ്. ഈ ലോകത്തിൽ കടം വയ്ക്കുവാൻ കഴിയുന്ന ഒരേ ഒരു കാര്യമേ എൻ്റെ കർത്താവായ യേശു കർത്താവ് പറഞ്ഞിട്ടുള്ളൂ, അത് സ്നേഹം മാത്രം. എൻ്റെ കർത്താവ് തന്നെ സ്നേഹമാകുന്നു. ആമേൻ. അവൻ തന്നെ സ്നേഹം, അവൻ സ്നേഹം തന്നെ എന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ഒരു വ്യക്തിക്കും നാം സ്നേഹിച്ച് കടം തീർക്കുവാൻ ഈ ലോകത്തിൽ കഴിയുകയില്ല. അതുകൊണ്ട് ആ സ്നേഹത്തിൽ നിങ്ങൾ കടപ്പെട്ടോ, എന്നാൽ മറ്റൊന്നിലും കടപ്പെടരുതെന്നുള്ള നിലവാരത്തിൽ സ്നേഹത്തിലല്ലാതെ മറ്റൊന്നിലും കടപ്പെടുവാൻ കടപ്പെടരുത് എന്ന് പറയപ്പെടുന്നത് അതൊരു കൽപ്പനയാണ്. എന്നാൽ കടം വന്നൊരു മനുഷ്യന് കടം വീട്ടിത്തരുവാൻ എൻ്റെ കർത്താവിന് കഴിയുകയില്ലയോ? കഴിയും. നാം ഒരു ശിശുവായി എൻ്റെ കർത്താവിൻ്റെ അടുക്കൽ ആദ്യമേ രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോൾ കടബാധ്യതയുടെ നടുവിലാ ക്രിസ്തുവിനെ അറിഞ്ഞു വരുന്നതെങ്കിൽ നാം തിരുവെഴുത്ത് അറിഞ്ഞിട്ടില്ല, കടപ്പെടാൻ കഴിയില്ലെന്ന് അറിഞ്ഞിട്ടില്ല, നമുക്ക് കടം വന്നുകൂടെന്ന് അറിയത്തില്ല, കടം വായ്പാൻ പാടില്ല എന്ന് തിരുവെഴുത്തിൽ നമുക്ക് ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല. എന്നാൽ തിരുവെഴുത്ത് അതിനും ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അറിവില്ലായ്മയുടെ കാലങ്ങളെ അവൻ ഗണ്യമാക്കുന്നില്ല. കാരണം ഇത് അറിഞ്ഞിട്ടില്ല. ഈ അറിയുന്നതിന് മുൻപുള്ള അവസ്ഥ അത് കർത്താവ് കണക്ക് കൂട്ടുന്നില്ല. അവർക്കുള്ള വാക്യമാണ്, എൻ്റെ ധനത്തിനൊത്തവണ്ണം നിങ്ങളുടെ ബുദ്ധിമുട്ടുകളെ ഞാൻ പരിഹരിച്ചു തരും. അല്ലാതെ നമ്മെപ്പോലെ ഇന്നും ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ട നാം ഓരോരുത്തരും ഇന്നും ഈ പാല് കുടിക്കുന്നത് പോലെ വിടുതലെന്നും സൗഖ്യം എനിക്ക് വേണം കർത്താവേ, എനിക്ക് കടബാധ്യതയിൽ നിന്ന് വിടുതൽ വേണം കർത്താവേ, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് എൻ്റെ അപ്പൻ്റെ അടുക്കൽ വരേണ്ടിയവരല്ല. അതുകൊണ്ടാണ് പല വിഷയത്തിനും നമുക്ക് മറുപടി ലഭിക്കാൻ കഴിയാത്തത്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുവാൻ ഈ തിരുവെഴുത്തിൽ നിന്ന് അറിയാൻ കഴിയും. അപ്പൊ ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലായി, ചതുദ്രഹ്മ പണം എടുത്ത് കടം വീട്ടിയ ക്രിസ്തു എൻ്റെ കടവും വീട്ടിത്തരും എന്ന് ആർക്ക് പ്രാർത്ഥിക്കാം? ആത്മീയത്തിൽ ജനിച്ചു വരുന്ന ശിശുവായിരിക്കുന്ന വ്യക്തിക്ക് പ്രാർത്ഥിക്കാനാ ആ വചനങ്ങളെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ അബദ്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ തെറ്റു പറ്റിപ്പോയി, കർത്താവേ എനിക്കിത് വന്നുപോയി എന്ന് പറഞ്ഞാൽ ഈ ഉപദേഷ്ടാക്കന്മാരായി പ്രായം തികഞ്ഞവർക്കും എൻ്റെ കർത്താവ് ക്ഷമിച്ച് ഒരുപക്ഷെ വിടുതൽ കൊടുക്കും. ഇല്ല എന്നൊരിക്കലും ഞാൻ പറയുന്നില്ല. വന്നുപോയി, പറ്റിപ്പോയി കർത്താവേ, ഇനി ജീവിതത്തിൽ ഞാൻ അങ്ങനെ ചെയ്യുകയില്ലെന്ന് പറഞ്ഞ് കവിണ്ണ് വീണ് ഏറ്റു പറഞ്ഞാൽ ഈ വചനപ്രകാരം വിടുതൽ തരും. അതിനുദാഹരണം ഞാൻ തന്നെയാണ്. ഒരു കാലഘട്ടത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അനേക കടബാധ്യതകളിൽ കൂടെ കടന്നുപോയൊരു സന്ദർഭം ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. വളരെ ചുരുങ്ങിയ കടമുണ്ടായിരുന്ന സമയത്ത് ഞാനും എൻ്റെ പ്രിയപ്പെട്ടവനും ഒരുമിച്ച് കൈകോർത്തിരുന്ന് ഇപ്രകാരം പ്രാർത്ഥിച്ചു, കർത്താവേ, തിരുവെഴുത്ത് പറയുന്നല്ലോ സ്നേഹത്തിലല്ലാതെ മറ്റൊന്നിലും കടപ്പെടരുതെന്ന്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിപ്പോയി. ഇനി മരിക്കുന്നത് വരെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ കടന്നു പോകത്തില്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ ഉടമ്പടി എടുത്ത് മുമ്പിലോട്ട് പോയപ്പോൾ ഞങ്ങൾ പോലും അറിയാതെ വണ്ണം ഞങ്ങളുടെ കടബാധ്യത തീർക്കുവാൻ ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവന്നു. അതിനകത്തൊരു മാറ്റത്തെ തരുവാനിടയായത്. എന്നാൽ ഈ തന്ന ദൈവത്തെ നാം നമ്മുടെ ചില സാഹചര്യങ്ങൾ വന്നപ്പോൾ
അതായത് ഞങ്ങളുടെ ജീവിതത്തിന്റെ ചില ബലഹീനതകളുടെ തടവിൽ ഞങ്ങൾ അത് മറന്ന് പ്രവർത്തിച്ച ചില മണ്ഡലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോൾ ഈ ചെറിയ കടബാധ്യത മാറ്റിയ ദൈവത്തെ നാം മറന്നിട്ട് വലിയ വൻ ഭാരം തലയ്ക്കകത്ത് പേറുന്നത് പോലെ ലക്ഷങ്ങളുടെ കടബാധ്യതയുടെ നടുവിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. പിന്നത്തെ ഒരു ഘട്ടം, അതായത് നാം ഏറ്റെടുക്കുന്ന തിരുവെഴുത്ത് നാം അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, നാം അറിഞ്ഞിട്ട് തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം തരുന്ന അധിക ശിക്ഷാവിധിയിലേക്ക് നാം കടന്നു പോകുവാനിടയായി തീരുമെന്നുള്ള തെളിവാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയപ്പെടുന്നത്. ഈ വിഷയം അതികഠിനമായി ഞങ്ങളുടെ മുമ്പിൽ കയറി വന്നപ്പോൾ ഞങ്ങൾ 3-4 വർഷം നെടുമ്പാട് കർത്താവിന്റെ സന്നിധിയിൽ വീണിട്ടും പലപ്പോഴും എൻ്റെ കർത്താവ് മുഖം മറച്ചു കളയുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞങ്ങളത് അനുഭവിച്ചിട്ടുണ്ട്. എങ്കിലും കർത്താവെ വന്നുപോയി എന്നുള്ള നെടുവീർപ്പ് ഈ വർഷങ്ങൾ നീളേണ്ട അവസ്ഥ ഉണ്ടായത് ഞങ്ങളുടെ തെറ്റ് കാരണമാണ്. ഈ തെറ്റ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഈ വിഷയം സംബന്ധമായി മുന്തിരിവള്ളിയുടെ ഉപമയിൽ നല്ല ഫലം കായ്ക്കേണ്ടതിനെ കായ്ക്കാത്തതിനെ ചെത്തി വെടിപ്പാക്കുന്നു എന്ന് പറയപ്പെടുന്ന പോലെ ഈ വേദന കടബാധ്യത വർദ്ധിക്കും തോറും കൊടുത്തു തീർക്കേണ്ടത് തീർക്കണം. ആ ഭാഗമൊക്കെ വരുമ്പോൾ ഹൃദയംഗമായ വേദനകളാ. ഇത് പരസ്പരം ഞങ്ങൾക്ക് വേദന വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് കർത്താവ് ചെത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ ചെത്തിനെ ഞങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവെ ഞങ്ങൾ തന്നെ ആ തെറ്റുകാരെന്ന് സമർപ്പിച്ചപ്പോൾ എൻ്റെ ദൈവം വീണ്ടും ഒരിക്കൽ കൂടെ എൻ്റെ കർത്താവ് ഞങ്ങളോട് ദയ കാണിച്ചു. എന്നാൽ ഇനി ഒരിക്കൽ ദയ കാണിക്കുമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം അതിനൊരു വ്യവസ്ഥയുണ്ട്. എൻ്റെ കർത്താവ് ഒരിക്കലായിട്ടാണ് മരിച്ചത് എൻ്റെ പാപങ്ങൾക്ക്. അങ്ങനെയാണെങ്കിൽ ഈ പാപ സംബന്ധമായി കിടന്ന എന്നെ വീണ്ടെടുത്തിട്ട് വീണ്ടും ഞാൻ പാപത്തിലേക്ക് കടന്നുപോയാൽ എൻ്റെ കർത്താവിന് എത്രത്തോളം സഹിക്കാൻ കഴിയും? ഈ കടവിഷയം അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരുപക്ഷെ നിങ്ങളുടെ കടബാധ്യതയാണ് എങ്കിൽ, നിങ്ങൾ അറിയാതെ പറ്റിപ്പോയി ഇന്ന് വരെയും ഞങ്ങൾക്ക് അറിയത്തില്ല ഇങ്ങനെ ചെയ്തു കൂടാ എന്ന്, അങ്ങനെയാണ് എങ്കിൽ തിരുവെഴുത്തിൽ ഒരു വാഗ്ദത്ത വചനവും കൂടെ ഉണ്ട്. നിങ്ങൾ വായ്പ വാങ്ങുന്നവരല്ല കൊടുക്കുന്നവരാക്കാം. ഈ വാക്യപ്രകാരം നാം വളർന്നു വരയണം. ഒരിക്കൽ പോലും എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും നമുക്ക് തികഞ്ഞവരായി ജീവിപ്പാൻ കഴിയുകയില്ല. ബലഹീനതകളുടെ നടുവിൽ കടം വാങ്ങുവാനല്ല. എൻ്റെ അപ്പന്റെ സന്നിധിയിൽ വന്നിരുന്നത് കർത്താവെ തിരുവെഴുത്തിലേക്കുണ്ട്, സ്നേഹത്തിലല്ലാതെ മറ്റൊന്നിലും കടപ്പെടാൻ കഴിയില്ല. ഇതാ ഇതിന്റെ താക്കോൽ. ഇരുമ്പ് ഡോറുണ്ട്, തടി കൊണ്ടുള്ള ഡോറുണ്ട്, ഫൈബറിൽ ഡോറുണ്ട്. ഇന്ന് പല ടെക്നോളജികൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലതരത്തിലും വാതിലുകളുടെ വില നിലവാരങ്ങളും ക്വാളിറ്റികളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എത്ര വർദ്ധിച്ചാലും അതിനൊരു താക്കോലുണ്ടായിരിക്കും. അല്ല താക്കോൽ അല്ലെങ്കിൽ മറ്റൊരു സിസ്റ്റം അതിന് ഓപ്പൺ ചെയ്യാൻ റിമോട്ട് കൺട്രോൾ ഉണ്ടായിരിക്കും. പക്ഷെ ആ റിമോട്ട് ആയാലും അതിന്റെ കറക്റ്റ് പോയിന്റിൽ മാത്രം ഞെക്കിയാലേ അത് ഓപ്പൺ ആവൂ. ഓരോ ഡോറിനും അതതിന്റെ രീതികളിൽ അതിന്റെ നിർമ്മാതാവ് തയ്യാറാക്കിയിരിക്കുന്നു എങ്കിൽ എൻ്റെ ദൈവമക്കളെ, ഈ തയ്യാറാക്കിയിരിക്കുന്ന ഉടമസ്ഥന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കപ്പെട്ട ഡോറുകളും കീകളും ലോക്കുകളും വാങ്ങിയെടുത്തവൻ അതിൽ നിന്ന് പഠിച്ചിരിക്കണം ഇതിലേത് കീയ അല്ലെങ്കിൽ ഇതിലേത് റിമോട്ടിന്റെ ഭാഗമാണ് ഞെക്കേണ്ടത് എന്ന്. പഠിച്ചില്ല എങ്കിൽ ആ ഡോർ ഉപയോഗശൂന്യമത്രേ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ സന്നിധിയിൽ വന്ന നാം പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് നാം വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഈ വിഷയം കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ കൊണ്ടുവരുവാൻ യോഗ്യതയുള്ളവളാണോ? അത് പ്രാപിപ്പാൻ എന്നിൽ കുറവുകൾ എന്തെങ്കിലും ഉണ്ടോ? ഈ കുറവ് എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ എനിക്ക് കർത്താവ് പരിഹരിച്ചു തരണം. പരിഹരിപ്പാൻ യോഗ്യമായ കുറവാണെങ്കിൽ എൻ്റെ കർത്താവ് പരിഹരിച്ചു തരിക തന്നെ ചെയ്യും. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പാപം ചെയ്താൽ എൻ്റെ കർത്താവ് ക്ഷമിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് വന്നുപോയി ഏറ്റു പറഞ്ഞിട്ട് വീണ്ടും കർത്താവിന്റെ സന്നിധിയിൽ കവിണ്ണു വീണ് മടങ്ങി വരേണ്ടതാണ് ആവശ്യം. അപ്പോൾ ഞാൻ ഈ ഭാഗം പറഞ്ഞത് ഒരു ഡോറിനോടും താക്കോലിനോടും ഉപമിച്ചുകൊണ്ട് പറഞ്ഞത് കർത്താവ് തിരുവെഴുത്തുകളിൽ ഉപമകളായി പറഞ്ഞതുപോലെ മനസ്സിലാകുന്നതായ ഒരു ഭാഷയിൽ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കെന്റെ കർത്താവ് തന്ന വെളിപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഒരിക്കലും താക്കോൽ മാറിയാൽ അതിനകത്തു നിന്ന് ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയുകയില്ല, ഇടിച്ചു പൊളിക്കേണ്ടി വരും. വാതിൽക്കൽ വന്നു നിന്ന് മുട്ടുന്നവൻ വ്യക്തമായി താക്കോലിട്ട് തുറന്നാലേ അതകത്ത് കയറുകയുള്ളൂ. അപ്രകാരം തന്നെ മുട്ടുന്നവന് തുറന്നു തരുന്നത് എങ്ങനെ മുട്ടണം? ഈ വ്യവസ്ഥ, ഈ പറഞ്ഞ വ്യവസ്ഥകൾ പ്രകാരം ഒരുപക്ഷെ നിങ്ങൾ ഭാവിയുടെ വിഷയം സംബന്ധമായിട്ടാണ് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എങ്കിൽ
ഞാൻ നിങ്ങളോട് പറയുന്നു, കർത്താവിന്റെ വചനം എന്താ പറയപ്പെടുന്നത്? മനുഷ്യൻ ഏകനായിരിക്കുന്നത്, വചനത്തിൽ അതിന്റെ ഇണ എന്താ ഉള്ളത് എന്ന് നിങ്ങൾ അന്വേഷിച്ചു നോക്കുവിൻ. താക്കോൽ എനിക്കുള്ളത് ഞാൻ കണ്ടെത്തിയിരിക്കണം. ആമേ. എന്റെ വിഷയം ഇന്നതാണെന്ന് ഞാൻ കണ്ടെത്തി ഭക്ഷിപ്പാൻ ഇടയാകുമെങ്കിൽ വിടുതൽ തരും. ഒരു ഭാവി വിഷയത്തിൽ, ഒരു വിവാഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നിട്ട് മുമ്പിലോട്ട് ഭാവി വിഷയം നടക്കുന്നില്ല, അങ്ങനെയാണ് എങ്കിൽ അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെയാണ്. ആമേൻ. എന്റെ കർത്താവിനെ ഇറങ്ങി തിരിച്ച് 2.5 വർഷക്കാലം ഞാൻ എൻ്റെ ദൈവസഭയിൽ കർത്താവിന്റെ സന്നിധിയിൽ ആമേൻ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുമ്പോൾ എൻ്റെ കർത്താവ് ചില ക്രമീകരണങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരുത്തി. ചില ചിട്ടകളും വട്ടങ്ങളും എൻ്റെ ജീവിതത്തിൽ, സ്വാർത്ഥ വിഷയങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ടായിരുന്നു. എനിക്ക് ഇന്ന തരത്തിലുള്ള ഭാവി എനിക്ക് വേണം, ഞാൻ എൻ്റെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നത്, ഞാൻ എൻ്റെ കുടുംബക്കാരിൽ നിന്ന് ജീവനുള്ള ദൈവത്തിന്റെ അടുക്കലേക്കാണ് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ എൻ്റെ അപ്പൻ ജീവനുള്ളവനാ, അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ശ്രേഷ്ഠമായ നിലവാരത്തിൽ എനിക്കൊരു ഭാവി വേണമെന്നൊക്കെ ആഗ്രഹിക്കുകയും കർത്താവിനോട് മല്ലുകെട്ടുകയും ചെയ്ത അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളതുകൊണ്ട്. എന്നാൽ ചില പ്രവാചക ശുശ്രൂഷകളുള്ളവർ, കർത്തൃദാസന്മാർ ദൈവസഭയിൽ കടന്നു വരുമ്പോൾ അവർക്ക് എന്നെ അറിയത്തില്ല, എനിക്ക് അവരെയും അറിയത്തില്ല. പക്ഷെ അവർ എന്നോട് മുഖത്തു നോക്കി ഇപ്രകാരം പറഞ്ഞു, നിന്റെ വഴികളല്ല എൻ്റെ വഴികൾ, നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. അതുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടണമെന്ന് ഈ വാക്ക് കേട്ട് ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ യഥാസ്ഥാനപ്പെടുവാനിടയായി തീർന്നു. ആമേൻ. മറിയ പറഞ്ഞതുപോലെ, ഞാൻ പുരുഷനെ അറിയായികയാൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് തിരിച്ചു ചോദിച്ചതുപോലെ, ആമേൻ, കർത്താവെ ഞാൻ എൻ്റെ ദൈവത്തെ അല്ലയോ അറിഞ്ഞത്? ആമേൻ. എൻ്റെ കർത്താവെ അന്തേലും ആമേൻ അല്പ ബലഹീനതയുണ്ടെങ്കിൽ അതൊരു പ്രശ്നമാണല്ലോ, ജാതികളുടെ ഇടയിൽ നിന്നല്ലേ ഞാൻ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മുമ്പിലോട്ട് പറയാനുണ്ടെങ്കിൽ തന്നെയും എൻ്റെ കർത്താവിന്റെ വാക്കുപോലെ ഭവിപ്പാൻ ഏറ്റെടുത്ത് കൊടുത്ത് ആമേൻ സമർപ്പിച്ചു കൊടുത്ത ചില സന്ദർഭങ്ങൾ എൻ്റെ ജീവിതത്തിനകത്തുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കുമെന്ന് പറഞ്ഞതുപോലെ അവന്റെ മാറോട് ചേർന്ന് ഭാവിയുടെ വിഷയത്തിൽ, കർത്താവെ ഞാൻ ഒരിക്കലും ഇത് തോറ്റു പോകുവാൻ പാടില്ല, അനേക ഭാവി ജീവിതങ്ങൾ തകർന്നു പോകുന്ന ഘട്ടമാണ് ഇടയായി. ഈ അടയാളം വ്യക്തവും സ്പഷ്ടവുമായി എൻ്റെ കർത്താവിനോട് ഇന്ന കാലഘട്ടത്തിനകത്തളങ്ങളിൽ വെച്ച് നിനക്ക് ഭാവി വരുമെന്ന് ദൈവാത്മാവിൽ കൂടെ പ്രവചന ദൂതായി വിളിച്ചു പറയുകയും ആ ഡേറ്റിനകത്തളങ്ങളിൽ വെച്ച് വ്യക്തവും സ്പഷ്ടവുമായി 3.5 മാസം തികയുന്നതിനകത്ത് വെച്ചെന്ന് പറഞ്ഞ ആ ഡേറ്റിൽ 3.5 മാസം തികയുന്നതിന് ഒരു ദിവസം മുന്നമേ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി ഭാവി ഒരുക്കി കൊണ്ടുവരുവാനായിട്ടിടയായിത്തീർന്നു. ഈ കൊണ്ടുവന്ന വ്യക്തിയെ കുറിച്ച് എൻ്റെ കർത്താവിന്റെ സന്നിധിയിൽ എനിക്ക് ദൈവമേ നീ തരുന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ ഒരടയാളം എന്ന് പറഞ്ഞ് ഞാൻ ചില വിഷയങ്ങൾ അക്കമിട്ട് ചോദിച്ചത് ആമേൻ, അത് അങ്ങനെ തന്നെ വ്യവസ്ഥയുടെ നടുവിൽ കടന്നു വരുവാനായിട്ടിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, എൻ്റെ ഭാവിയുടെ വിഷയത്തിൽ ഞാൻ RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി തിരിച്ചവളാണ്. ആ ഭാഗത്തു നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ എൻ്റെ കുടുംബക്കാരെന്നെ ഉപേക്ഷിച്ചു. ആഭരണം ഇടാത്തതിന്റെ പേരിൽ വളരെ നിന്ദകളും പരിഹാസങ്ങളും അനുഭവിച്ചു. എൻ്റെ പിതാവിനോട് സഹോദരൻ ഇപ്രകാരം ചോദിച്ചു, നിന്റെ മകളെ വിവാഹം കഴിക്കുന്നത് വീട്ടിൽ വെച്ചാണോ? അവൾ എന്തുകൊണ്ട് ചർച്ചിൽ കടന്നു പോകുന്നില്ല? കാരണം RC ചർച്ചിൽ ഞാൻ അന്ന് പോകത്തില്ല. വിഗ്രഹങ്ങളെ സേവിക്കുന്നത് കൊണ്ട്. ഈ നിലവാരത്തിലൊക്കെ മാറ്റപ്പെട്ടപ്പോൾ വളരെ നിന്ദയുടെയും പരിഹാസത്തിന്റെയും വേദനയുടെയും നടുവിൽ കൂടെ കടന്നുപോയ ഘട്ടങ്ങളുണ്ട്. എങ്കിലും ഞാൻ അറിഞ്ഞ സത്യത്തിൽ മുറുകെ പിടിച്ചു നിന്നതുകൊണ്ട് എന്റെ അപ്പൻ എന്നെ മാനിപ്പാനിടയായി. തിരുവെടുത്ത് പറയുന്നല്ലോ, നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കമില്ല. എന്റെ അപ്പനെ അറിഞ്ഞത് ഞാൻ നേരോടുകൂടെയാ. എന്റെ അപ്പന്റെ കൽപ്പനകളെ അനുസരിക്കാൻ എന്നെ പഠിപ്പിച്ച എന്റെ ആത്മീയ പിതാവ് എന്നെ പഠിപ്പിച്ചതും നേരോടുകൂടെയാ. അതുകൊണ്ട് എല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്നല്ല, എങ്കിൽ തന്നെയും നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളട്ടെ എന്ന് തിരുവെടുത്ത് പോലെ കാലിടറി പോകേണ്ട സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെങ്കിലും നാം ഉറപ്പോടെ നിൽക്കുമെങ്കിൽ നമുക്ക് തക്ക സമയത്ത് തരേണ്ടത് അവൻ തരുവാനിടയായി തീരും. കാരണം തിരുവെഴുത്ത് ഇങ്ങനെയാ പറയപ്പെടുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് തക്കതായ തുണയെ ഞാൻ ഉണ്ടാക്കി കൊടുക്കും. പ്രിയ ദൈവജനമേ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭാവി വിഷയത്തിൽ ഭാരപ്പെട്ടിരിക്കുന്നു എങ്കിൽ എൻ്റെ കർത്താവെ അങ്ങ് എനിക്ക് തരുന്നത് മാത്രം ഞാൻ സ്വീകരിച്ചു കൊള്ളാമെന്നുള്ള ആദ്യം ഒരു സമർപ്പണം ഉണ്ടായിരിക്കണം. അതിൽ മാത്രമേ പ്രിയ ദൈവജനമേ വിടുതൽ ഉണ്ടാകുകയുള്ളൂ. കാരണം തിരുവെഴുത്ത് അങ്ങനെയാ പറയപ്പെടുന്നത്, കർത്താവിന്റെ സന്നിധിയിൽ ഈ താക്കോലെടുത്ത് അങ്ങോട്ടിട്ട് തുറക്കണം. കർത്താവെ, അങ്ങയുടെ വചനത്തിൽ ഇപ്രകാരമല്ലേ പറയപ്പെടുന്നത്, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, എനിക്ക് തക്കതായ തുണയെ തരാമെന്ന് ആ വചനപ്രകാരം വ്യവസ്ഥയുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് തരണം. ഈ താക്കോൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വചനം പുറപ്പെട്ടാൽ അത് അതിന്റെ പ്രവൃത്തി ചെയ്യാതെ മടങ്ങുന്നില്ലെന്ന് തിരുവെഴുത്തുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വചനം അതിനകത്ത് കയറിയാൽ അതിന്റെ പ്രവൃത്തി ചെയ്യാതെ അതിന് മടങ്ങി വരാൻ കഴിയത്തില്ല. അങ്ങനെ അത് ഓപ്പൺ ആകുവാനായിട്ടിടയായി
തീരും. അവന്റെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിപ്പിൻ. എന്റെ അപ്പൻ എന്റെ ഭാവി നടത്തി തരുവാൻ ബലമുള്ളവനാണ്, അല്ലെങ്കിൽ എന്റെ കടഭാരം മാറ്റി തരുവാൻ ബലമുള്ളവനാണെന്ന് നാം ഉറച്ച് അവൻ അല്പസമയങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഈ വിഷയത്തിന് വേണ്ടി ഈ താക്കോൽ കറക്റ്റായി ഇടുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈ വിഷയത്തിൽ കൂടെ നിങ്ങൾ അക്കരെ കടക്കുവാനിടയായി തീരും. ഈ വചന വ്യവസ്ഥ പ്രകാരമാണ് ഞാൻ നിങ്ങളോട് ഈ കാര്യം ആമേൻ പറയുവാനായിട്ടിടയായി തീരുന്നത്. ഈ പ്രബോധനമായിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കുക. ആമേൻ. അപ്രകാരം ഈ ഭാവി വിഷയത്തിൽ ഇനിയൊരു വാക്യം നമുക്ക് എടുക്കാം. എന്റെ ആ നന്മ ആകാശത്തിന്റെ അറുതിയോളം ഞാൻ പ്രാർത്ഥിച്ച വിഷയങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. കർത്താവെ, എനിക്ക് ആമേൻ ഞാൻ ഏകയായിരിക്കുന്നത് ദൈവത്തിന് ഹിതമുള്ള കാര്യമല്ല. എനിക്ക് തക്കതായൊരു തുണയെ എന്റെ കർത്താവ് ഇന്ന് വരെ ഉണ്ടാക്കിയതിന് ഈ നിമിഷമേലും ഉണ്ടാക്കി തരാൻ എന്റെ കർത്താവിന് കഴിയും. അതാ ആ വാക്യത്തിൽ പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്കത് തരണം. രണ്ടാമത്, എന്റെ നന്മ ആകാശത്തിന്റെ അറുതി വരെ ചിതറിപ്പോയാലും അതിനെ കൂട്ടിവരുത്തുവാൻ എന്റെ കർത്താവിന് കഴിയുമെന്ന തിരുവെടുത്ത് അങ്ങ് ബലമുള്ളവനെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് താണിരുന്ന് ഈ വിഷയത്തിന് വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എന്റെ കർത്താവ് തക്ക സമയത്ത് വിടുതൽ തരുവാനിടയായി. ഞാൻ ഇതൊക്കെ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ച് പറയപ്പെടുന്നത് കടബാധ്യതയുടെ വിഷയമായാലും ഭാവി സംബന്ധമായ വിഷയമായാലും ഇനിയും കർത്താവിന് മുഖത്ത് തലമുറകളുടെ വിഷയം സംബന്ധിച്ചായാലും പല എല്ലാ വിഷയങ്ങൾക്കും ദൈവവചനത്തിനകത്ത് ഇണയില്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല. അവൻ അന്വേഷിച്ചു നോക്കണം. നാം ഇതിനകത്ത് അന്വേഷിച്ചു നോക്കിയാൽ കാണാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഏത് വിഷയമാണോ നമ്മുടെ വിഷയമായിരിക്കുന്നത്, ഈ വിഷയം സംബന്ധിച്ച് ഇതിനകത്ത് എന്ത് കൊടുത്തിരിക്കുന്നു എന്ന് നാം അന്വേഷിച്ചു നോക്കി ഇതിൽ എന്ത് ക്രമീകരണമായി എൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ടിയതെന്ന് പഠിച്ച് നാം മുമ്പിലോട്ട് കടന്നു പോകുമെങ്കിൽ കർത്താവിന് മഹത്വം യഥാർത്ഥ താക്കോൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഈ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നാം ഒരിക്കൽ പോലും ആമേൻ ഈ ഡോർ ഓപ്പൺ ചെയ്യാൻ നമുക്ക് തെറ്റാറില്ല. എന്നാൽ ഒരു മനുഷ്യൻ അവസാന ഘട്ടം എത്തും വരെയും ഈ തിരുവെഴുത്ത് പഠിച്ചുകൊണ്ടേയിരിക്കും. തികഞ്ഞൊരിക്കലും തീരുകയില്ല. നാം തികയുമ്പോഴാണ് കർത്താവിന്റെ സന്നിധിയിൽ എത്തുന്നത്. ഒരു വീടിനകത്ത് ഏതൊക്കെ ഭാഗങ്ങളുണ്ടോ അവിടെ എല്ലാം ഓപ്പൺ ചെയ്യുവാൻ പല താക്കോലുകൾ ആവശ്യമാണ്. ഒരു താക്കോൽ കൊണ്ട് എല്ലായിടവും തുറക്കാൻ കഴിയുകയില്ല. ആമേൻ. ഈ തിരുവെഴുത്തിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞതിൽ നിന്ന് എത്രത്തോളം വ്യക്തമായി എന്ന് എനിക്കറിയത്തില്ല, എന്നെ കൊണ്ടാകും വിധം ഞാൻ മനസ്സിലാക്കുകയാണ്. ആമേൻ. ഈ രണ്ട് വിഷയത്തിൽ ഉദാഹരണമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഇനി ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. നീതിമാന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾ കേൾക്കണമെങ്കിൽ നാം ആരായിരിക്കണം? നീതിമാനായിരിക്കണം. എന്നാൽ ഒരു പ്രാർത്ഥിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല എങ്കിൽ ഉടൻ ചിന്തിക്കണം, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്തേലും അനീതി വന്നുപോയോ? ആമേൻ. എങ്കിൽ അതാണ് അതിന്റെ താക്കോൽ. എന്നാൽ മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസോടെ ഇരിക്കാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാത്ത വ്യക്തിക്ക് എന്താ സംഭവിക്കുന്നത്? നിനക്ക് ദീർഘായുസും നിനക്ക് നന്മയും ഉണ്ടാകത്തില്ല. എന്റെ ജീവിതത്തിനകത്ത് എനിക്കൊരു ദീർഘായുസ് ലഭിക്കുന്നില്ല, ആമേൻ, ഞാൻ മരണാവസ്ഥയിലായിരിക്കുന്നു, എനിക്കൊരു നന്മയുണ്ടാകുന്നില്ല എങ്കിൽ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കണം, എന്റെ അപ്പനെയും അമ്മയെയും ഞാൻ ബഹുമാനിക്കുന്നില്ല എന്നാ. ആമേൻ. അപ്രകാരം കടത്തിന്റെ വിഷയങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ആമേൻ. ഇങ്ങനെ ഏത് വിഷയത്തിൽ നാം വായിച്ച കുറിവാക്യത്തിൽ തന്നെ ഉണ്ട്, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും അവന് പ്രസാദമായുള്ളത് ചെയ്യുകയും ചെയ്താൽ ആമേൻ എന്ത് ചെയ്യും? നമ്മുടെ വിഷയത്തിന് നാം എന്ത് യാചിച്ചാലും നമുക്ക് ലഭിക്കാൻ. അപ്പൊ യാചിക്കുന്നത് ലഭിക്കണമെങ്കിൽ മറ്റു രണ്ട് വിഷയങ്ങൾ അവിടെ, അത് രണ്ടും കൽപ്പന പ്രമാണിക്കാത്തതോ ആമേൻ കർത്താവിന് പ്രസാദമുള്ളത് ചെയ്യാത്തതോ ആയിട്ടുള്ള രണ്ട് തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തെറ്റെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകും. ഈ തെറ്റ് തിരുത്തുമ്പോഴാണ് താക്കോൽ കറക്റ്റായിട്ട് വീഴുന്നത്. ഈ തെറ്റപ്പെടുമ്പോഴാണ് നമ്മുടെ താക്കോൽ കുടുങ്ങിപ്പോകുന്ന അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകുന്നത്. ആമേൻ. ഈ പ്രാർത്ഥിക്കുന്ന ഏതു വിഷയത്തിനെയും വ്യവസ്ഥ പ്രകാരം കർത്താവിന്റെ സന്നിധിയിൽ വയ്പാനായിട്ട് കഴിയുമെങ്കിൽ എന്റെ കർത്താവ് അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഇനി ഈ വിഷയത്തിൽ എന്റെ ദൈവം പ്രവർത്തിച്ച പ്രസാദിച്ച ചില വ്യക്തികളെ കുറിച്ചും പ്രസാദിക്കുന്ന വിഷയത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. കൽപ്പനകളെ പ്രമാണിക്കുകയും അവന് പ്രസാദമായുള്ളത് ചെയ്യും. ഇനി പ്രസാദമായുള്ളത് ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അത് റോമർക്ക് എഴുതിയതായ ലേഖനം അതിന്റെ 12-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് പറയപ്പെടുന്നത്. 12-1-2 വായിക്കുമ്പോൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സൊലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പീൻ. അപ്പൊ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കുന്നത് എങ്ങനെയാ? ശരീരം ജീവൻ ഉണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോ
പ്രസാദിപ്പിക്കുന്നത് എങ്ങനെയെന്നുള്ള ക്വസ്റ്റ്യന് ആമേൻ, ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണം കർത്താവെ എന്ന് ചിന്തിച്ചുകൊണ്ട് ഞാനോ നിങ്ങളോ ആയിരിക്കുന്നു എങ്കിൽ അതിന്റെ താക്കോലാണ് ഞാൻ ഇന്ന് പറയുന്നത്. പ്രസാദിപ്പിക്കുന്ന ഡോർ ഓപ്പൺ ചെയ്ത് നാം അപ്പുറത്ത് കിടക്കണമെങ്കിൽ അവൻ ശരീരം, നമ്മുടെ ഈ ശരീരം, മൺകൂടാരമാകുന്ന ഈ ശരീരം ജീവനും വിശുദ്ധിയും ഉണ്ടായിരിക്കണം. ആമേൻ. എന്റെ അപ്പൻ വിശുദ്ധനാണ്, ആകയാൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുമെന്ന വചനം പോലെ ഞാൻ വിശുദ്ധിയുള്ളവളായിരിക്കണം. ആമേൻ. ആ വിശുദ്ധിയെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്കത് മനസ്സിലാവും. എന്നാൽ ശരീരങ്ങളെ ജീവനെ കുറിച്ച് പറയുവാണ് എങ്കിൽ ജീവനുള്ളതൊക്കെയും ചലിക്കും എന്ന് തിരുവെഴുത്തുണ്ട്. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്. അപ്പോ അത്യുച്ച നാദമുള്ള കൈത്താളത്തോടെ സ്തുതിക്കട്ടെ എന്ന് പറയുന്നുണ്ട്. അവൻ നിന്റെ വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാൻ നിന്നെ നിറയ്ക്കാമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്റെ കർത്താവിനെ സ്തുതിക്കുമ്പോഴൊക്കെയും നമ്മുടെ ശരീരം ജീവനുള്ള ശരീരം എന്നുള്ള നിലവാരത്തിൽ ദൈവത്തെ സ്തുതിക്കണം. ഈ കൈ അടിക്കുന്നത് ആമേൻ, നമ്മുടെ കൈ കൊണ്ട് അടിക്കുമ്പോൾ ശബ്ദം കേൾക്കുവാൻ കഴിയുന്ന അത്രയും സൗണ്ടിൽ നാം കൈകളെ തട്ടി ദൈവത്തെ സ്തുതിക്കണം. അതാണ് അത്യുച്ചനാദമുള്ള കൈത്ത. അപ്പൊ ജീവനും വിശുദ്ധിയും, കർത്താവ് നമുക്ക് തന്ന കൈക്ക് ജീവനുണ്ടെങ്കിൽ അത്യുച്ചനാദമുള്ള കൈത്താളം നമുക്കുണ്ടായിരിക്കണം. ആമേൻ. നിന്റെ വായ വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കാം. ദൈവിക അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കണമെങ്കിൽ നമ്മുടെ ആദരം തുറന്ന് എൻ്റെ അപ്പനെ മഹത്വപ്പെടുത്തുവാൻ ഇടയായി തീരണം. ആമേൻ. ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചത് എന്തിനാ? ആമേൻ. അവന്റെ ശരീരം ജീവനും വിശുദ്ധിയുമുള്ള, അവൻ വിശുദ്ധിയുടെ ആ ഭാഗത്തെടുക്കേണ്ട ജീവനുള്ള ആമേൻ കല്ലുകളെ പോലെ, നിങ്ങൾ ആർത്തില്ലെങ്കിൽ ഈ കല്ലുകൾ ആർക്കുമെന്ന് പറഞ്ഞതുപോലെ അവൻ ജീവനുണ്ടെങ്കിൽ നാം ദൈവത്തെ ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയായി തീരണം. ആമേൻ. അങ്ങനെയുള്ള ബോഡിക്കകത്ത് ദൈവം പ്രസാദിപ്പാനായിട്ടിടയായിത്തീരും. ആമേൻ. ഒരു മനുഷ്യന്റെ ലജ്ജ നോക്കിയിട്ടല്ല, ആമേൻ, എന്റെ ദൈവത്തെയാ ഞാൻ ആരാധിക്കുന്നത്, എന്നെ വീണ്ടെടുത്ത, എന്റെ പാപത്തിൽ നിന്ന് എന്നെ വീണ്ടെടുത്ത ക്രിസ്തുവിനെയാ ഞാൻ ആരാധിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടുകൂടെ എന്റെ അപ്പനെ അത്യുച്ചനാദമുള്ള കൈത്താളത്തോടും ആമൻ വായ വിസ്താരത്തിൽ തുറന്നുകൊണ്ടും ജീവനുള്ള കല്ലുകൾ എന്നതുപോലെ ദൈവത്തെ ആമേൻ ആർത്തു സ്തുതിപ്പാനായിട്ടിടയായി തീരണം. ആമേൻ. ഇനി പ്രസാദിപ്പിച്ച് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതെല്ലാം ചെയ്യണം. ഇനി പ്രസാദിച്ച വ്യക്തിയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. മത്തായി എഴുതിയതായ സുവിശേഷം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയും. സ്നാനം, യേശുക്രിസ്തു സ്നാനം ഏറ്റിട്ട് കയറി വരുന്ന ഭാഗത്തെ കുറിച്ചാണ് പറയപ്പെടുന്നത്. 16-ാമത്തെ വാക്യത്തിലാണ് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നു കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവത്തിന്റെ ആത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദമുണ്ടായി. എന്റെ കർത്താവായ യേശുക്രിസ്തു ആമേൻ ഈ പരസ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് ആമേൻ സ്നാനത്തിലേക്ക് പോകുന്ന ഭാഗഘട്ടമാണ് ഈ ഭാഗത്ത് പറയപ്പെടുന്നത്. ആമേൻ. യേശു കർത്താവ് മറ്റെന്തൊക്കെ ചെയ്തതിലുമല്ല എന്റെ കർത്താവായ യഹോവയ്ക്ക് ആമേൻ പ്രത്യാശയുള്ളത്, അവൻ പ്രസാദമുള്ളത്. ആമേൻ സ്നാനമേറ്റ് കയറിയപ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി വന്നതും. ആമേൻ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു സ്നാന ശുശ്രൂഷയോട് കൂടെ എന്റെ കർത്താവ് കൽപ്പന അനുസരിച്ച് സ്നാനം ഏൽക്കണം എന്നുള്ളത് കൽപ്പനയാണല്ലോ. ജലത്താലും ആത്മാവിലാലും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയുകയില്ലെന്ന് തിരുവെഴുത്ത് പോലെ നമ്മിൽ ആരെങ്കിലും സ്നാനപ്പെടാനുണ്ട് എങ്കിൽ ഈ നാളുകളിൽ സ്നാനത്തിലേക്ക് ഒരുങ്ങേണ്ടത് ആവശ്യം. കർത്താവിന്റെ വരവ് ആസന്നമായിരിക്കുന്നു. ഇല്ല, നമ്മുടെ മരണമായാലും ഏത് സമയത്താന്ന് അറിയത്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ യേശു കർത്താവ് ചെയ്തതുപോലെ യോർദാനിൽ ഇറങ്ങി സ്നാനപ്പെട്ട കർത്താവിനെ പോലെ നാം ഒരിക്കലും തളിച്ചു പ്രാപിക്കേണ്ടിയവരല്ല. ആമൻ. ഒരു കാരണവശാലും കർത്താവ് ആമൻ ആ ഭാഗത്ത് പറയുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, വെള്ളത്തിലേക്ക് ഇറങ്ങാതെ ഒരിക്കൽ പോലും വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് കയറുവാനായിട്ട് കഴിയുകയില്ല. വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ അതിനകത്ത് മുക്കി സ്നാനപ്പെടുത്തി എന്നുള്ളത് തിരുവെഴുത്തിന്റെ പല ഭാഗങ്ങളിലും അവൻ സ്നാനം ഏതു തരത്തിൽ എടുക്കണം എന്നുള്ളതൊക്കെ അവൻ ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. കർത്താവ് സ്നാനമേറ്റു, അവൻ മുങ്ങി സ്നാനമേറ്റ് എന്റെ യേശു പപ്പ കയറി വന്നു. അപ്പോൾ യഹോവയായ ദൈവം സ്വർഗത്തിൽ നിന്ന് അവൻ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ
സന്നിധിയിൽ ഞാൻ അപ്പൊ പ്രസാദം പ്രാപിപ്പാൻ ഒരു വഴി സ്നാനമേൽക്കാത്ത വ്യക്തിയാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഴുകൽ സ്നാനം പ്രാപിക്കേണ്ടത് ആവശ്യം തന്നെയാണ്. അവൻ അതിലൂടെ എൻ്റെ അപ്പനെ പ്രസാദിപ്പിക്കുക. സ്നാനം കൊണ്ടായിട്ടില്ല, അത് കഴിഞ്ഞ് അഭിഷേക തൈലം, ഇങ്ങനെ മുമ്പിലോട്ടുള്ള പല പടികൾ മുമ്പിലോട്ട് ഉണ്ട്. എന്നാൽ ഈ ഭാഗത്ത് നാം പഠിക്കുമ്പോൾ എൻ്റെ കർത്താവ് യേശുക്രിസ്തുവിൽ പ്രസാദിച്ചത് ആ ഭാഗത്താണ്. എന്നാൽ ചില വ്യക്തികളെ കുറിച്ച് കൂടെ നമുക്ക് പരിചയപ്പെടാം. ഇത് മത്തായി എഴുതിയ സുവിശേഷം 3:17 പറയപ്പെടുന്നത്. ഇനി 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യത്തിൽ 1 രാജാക്കന്മാർ 3-ാം അധ്യായം അതിന്റെ 10-ാമത് വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. ഈ കാര്യം, ഇത് ശലോമോനെ കുറിച്ചാണ്. ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. അപ്പൊ നാം ചോദിക്കുന്ന കാര്യങ്ങളിൽ ദൈവത്തിന് ഒരു പ്രസാദം ഉണ്ടായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ മറ്റൊന്നിലും നമുക്ക് കഴിയത്തില്ല. സ്നാനപ്പെട്ടാൽ കർത്താവിനെ പ്രസാദിപ്പിക്കാം. ദൈവസന്നിധിയിൽ ചോദിക്കുന്ന വാക്കുകളിൽ എൻ്റെ അപ്പനെ പ്രസാദിപ്പിക്കാൻ കഴിയും. ഈ ലോകത്തിന്റെ ചിലത് ചോദിക്കുന്നത് എൻ്റെ അപ്പനിൽ പ്രസാദമല്ല. ചിലത് സഹിക്കാൻ കഴിയാത്ത ചില വിഷയങ്ങൾ നമുക്ക് പറയാമെങ്കിൽ തന്നെയും ആത്മീയ വിഷയം സംബന്ധിച്ച് നാം സമ്പന്നരാകേണ്ടതിന് ദൈവത്തോട് ചോദിക്കുമെങ്കിൽ എൻ്റെ കർത്താവിന് പ്രസാദം തന്നെയാണ്. അത് എന്ത് ചോദിച്ചതാണെന്ന് നമുക്ക് 7-ാമത്തെ വാക്യത്തിന്റെ പകുതിയിൽ നിന്ന് വായിക്കാം. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിയത്തില്ല, ഒന്നും അറിയത്തില്ല എന്ന് കർത്താവിന്റെ സന്നിധിയിൽ പറയുകയാ. നീ തിരഞ്ഞെടുത്തവരും പെരുപ്പം നിമിത്തവും എണ്ണവും കണക്കുമില്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരേണമേ. അതായത് എനിക്ക് വിവേകമില്ല, എൻ്റെ കർത്താവ് വിവേകമുള്ള ഹൃദയം തരേണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? കർത്താവ് വിവേകം തരാതെ ഇവരെയൊക്കെ ഭരിപ്പാൻ ആർക്കാ കഴിയുക? നാം ആയിരിക്കുന്ന മേഖലകളിൽ നമുക്ക് മുമ്പിലോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ കൊണ്ട് കഴിയത്തില്ല. കർത്താവ് ഇതിനെ ഭരിച്ചു നടത്തണമെന്ന് പറയപ്പെടുന്നത് ദൈവത്തിന് പ്രസാദമുള്ള കാര്യമാണ്. ആമേൻ. യേശു കർത്താവ് സ്നാനമേറ്റപ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ യഹോവയായ പിതാവായ ദൈവത്തിന് മകനിൽ പ്രസാദമുണ്ടായി. ആമേൻ. ഈ ഭാഗത്ത് പഠിക്കുമ്പോൾ ശലോമോൻ ചോദിച്ച കാര്യങ്ങളിൽ എൻ്റെ കർത്താവിന് പ്രസാദമുണ്ടായി. ഈ പ്രസാദം എന്നുള്ള വിഷയം നാം പഠിക്കണമെങ്കിൽ അതിന് നമ്മിൽ പ്രാപിക്കണമെങ്കിൽ ആ ഭാഗത്തോട് കടന്നു പോകുമ്പോൾ പ്രസാദം പ്രാപിച്ചവരെ കുറിച്ച് നാം പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരും. ഇനി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു പോവുകയാണെങ്കിൽ ഉൽപ്പത്തി പുസ്തകം, അബേലിലും അവന്റെ വഴിപാടിലും എൻ്റെ കർത്താവ് പ്രസാദിച്ചു, കയീനിലും അവന്റെ വഴിപാടിലും എൻ്റെ പിതാവ് പ്രസാദിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നാം ദൈവസന്നിധിയിൽ ഊനമില്ലാതെ കർത്താവിന്റെ സന്നിധിയിൽ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറിയെന്ന് യോവേൽ പ്രവാചകനിൽ പറയുന്ന പോലെ ഹൃദയംഗമായി എൻ്റെ ദൈവത്തെ പ്രസാദിപ്പിച്ച് മുമ്പിലോട്ട് കടന്നു പോകുവാനായിട്ട് കഴിയുമെങ്കിൽ എൻ്റെ കർത്താവ് നമ്മിൽ പ്രസാദിപ്പാനിടയായിത്തീരും. ഇങ്ങനെ പ്രസാദം. അപ്പോ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നത് കർത്താവ് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് കഴിയും. കൽപ്പനകളെ അങ്ങനെ നാം അനുസരിക്കണം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുകയും അവന് പ്രസാദമായുള്ളത് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. പ്രസാദിച്ചവരെ കുറിച്ച് മനസ്സിലാക്കി പ്രസാദമായുള്ളത് ചെയ്യുകയും ചെയ്താൽ ചെയ്തുകൊണ്ടേയിരിക്കണം. ചെയ്താലെന്നല്ല, ചെയ്തുകൊണ്ടേയിരിക്കുവാണെങ്കിൽ യാചിക്കുന്നത് എന്തായാലും എൻ്റെ കർത്താവ് നമുക്ക് തരുവാനായിട്ടിടയായിത്തീരും. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുകയാണ്. ഈ വചനത്തെ ഒന്ന് ചിന്തിച്ചു നോക്കാമോ? ഈ വിഷയം, ഇന്ന് കേട്ട ഈ വിഷയം സംബന്ധമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണം. ആമേൻ. ഏത് വിഷയമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറുപടി ലഭിക്കാത്തത്? ആ ഭാഗത്ത് എൻ്റെ ജീവിതത്തിൽ എന്താ കുറവ്? ആമേൻ. ഏത് താക്കോല എനിക്കും കറക്റ്റായി മനസ്സിലാകാത്തത്? ആ വിഷയം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ആ ഡോറും താക്കോലും തമ്മിലുള്ള ബന്ധത്തെ നാം കറക്റ്റായിട്ട് ചിന്തിക്കുകയാണ്. അത് ഇടേണ്ട രീതിയിൽ മാത്രം ഇട്ടാലേ ആ താക്കോൽ ഓപ്പൺ ആവും. കറക്റ്റ് താക്കോലാണെങ്കിലും അത് ഉപയോഗിക്കേണ്ട രീതി നാം അറിഞ്ഞിരിക്കണം. ആമേൻ. അതുകൊണ്ട് വ്യക്തമായി നിങ്ങളുടെ മക്കളുടെ വിഷയമാണോ, അവർ വ്യവസ്ഥയിലേക്ക് വരാതെ പ്രാർത്ഥിച്ചാൽ വിടുതൽ കിട്ടുന്നതാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. മരണകരമായ പാപമുണ്ട്, മരണകരമല്ലാത്ത പാപമുണ്ട്. അറിവില്ലായ്മയുടെ കാലങ്ങളെ എൻ്റെ കർത്താവ് ഗണ്യമാക്കുകയുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക്, എൻ്റെ പാപങ്ങൾക്കും വേണ്ടിയാ ക്രിസ്തു മരിച്ചത്. ആമേൻ. കർത്താവിൻ്റെ റോമാലേഖനത്തിൽ ഇപ്രകാരം പറയപ്പെടുന്നു. ആമേൻ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി തന്നവൻ
അതിനോടുകൂടെ സകലതും നൽകാതിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ലോകത്തിൽ വെച്ചുള്ള നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരിക തന്നെ ചെയ്യും. ആമേൻ. നിത്യതയിൽ എത്തി നാം സന്തോഷിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതും എൻ്റെ കർത്താവ് നൽകുക തന്നെ ചെയ്യും. എന്നാൽ ഇതിനകത്ത് മറുപടി ലഭിക്കാത്ത ഏത് ഭാഗമുണ്ട് എന്ന് നാം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടത് ആവശ്യം. നാം ക്രിസ്തുവിലല്ല വസിക്കുന്നതെങ്കിൽ നമുക്ക് ഒരിക്കൽ പോലും യാചിക്കുന്നതോ ഇച്ഛിക്കുന്നതോ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കാൻ കഴിയുകയില്ല എന്ന് ഈ വചനങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കണം. എന്നാൽ വേദനയോടുകൂടെ ആരാണോ ദൈവസന്നിധിയിൽ ഈ വചനത്തെ ഈ ശ്രദ്ധയോടുകൂടെ കേൾക്കുന്നത്, പ്രിയ ദൈവജനമേ, നിങ്ങളുടെ വിഷയം ഹൃദയംഗമായി നുറുക്കത്തോടുകൂടെ ആമൻ ഈ വിഷയ സംബന്ധമായ ഒരു തിരുവെഴുത്ത് കണ്ടെത്തി അതിനെ ഭക്ഷിച്ച് അത് ആവർത്തിച്ച് ഉരുവിട്ട്, എൻ്റെ കർത്താവെ, തിരുവെഴുത്തിനകത്ത് പറയുന്നല്ലോ ഒരു വചനം പുറപ്പെട്ടാൽ ഇതിൻ്റെ പ്രവർത്തി ചെയ്യാതെ മടങ്ങി പോവുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ഇത് വചനം ജീവനാണ്. ജീവിക്കുന്ന ഈ വചനം വാളായി വെളിപ്പെട്ടു വന്ന് എൻ്റെ വിഷയത്തിൽ ചില ദുർഘടങ്ങളെ നിരപ്പാക്കി, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് താമ്രവാതിലുകളെ തകർത്ത് ദുർഘടങ്ങളെ നിരപ്പാക്കി എനിക്ക് വേണ്ടി ചിലത് ചെയ്യണമേ എന്നുള്ള പ്രാർത്ഥനയാണ് എങ്കിൽ നിങ്ങളുടെ വിഷയത്തിന് ഇതിനകത്ത് മറുപടി ലഭിക്കാനായിട്ടിടയായിത്തീരും. ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി തീരട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ഞാൻ നിർത്തുന്നു.